അപ്പൊ നമ്മളൊരു കാര്യത്തെ അത്രമാത്രം ആഗ്രഹിച്ചിട്ട് അതിനെ സമീപിക്കുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യത്തെ അത്ര ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ അങ്ങനെ അത് നമുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ വരും. വെൽക്കം ടു പ്രെപ്സ്കെയിൽ സക്സസ് സ്റ്റോറീസ്. നമ്മൾ പ്രെപ്സ്കെയിൽ സക്സസ് സ്റ്റോറീസിലൂടെ ധാരാളം അധ്യാപകരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ടീച്ചർ കോട്ടയം ജില്ലയിൽ സോഷ്യൽ സയൻസ് HSTയിൽ 2ാം റാങ്കോട് കൂടിയാണ് സർവീസിൽ കയറിയത്. അപ്പോ ടീച്ചറെ നമ്മൾ സ്വാഗതം ചെയ്യാണ്. ടീച്ചർ സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. സന്തോഷം. ആദ്യമായി ടീച്ചറോട് ചോദിക്കാനുള്ളത്, ടീച്ചർ എവിടെയാണ് പഠിച്ചത്, എന്താണ് ടീച്ചർ പഠിച്ചത്, ടീച്ചറുടെ യോഗ്യത, ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായും. ആദ്യമായിട്ട് സന്തോഷം അറിയിക്കട്ടെ. ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ സക്സസ് സ്റ്റോറിയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടിയത് അതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പ്രെപ്സ്കെയിൽ ആപ്പാണ്. അപ്പൊ ആ ഒരു സന്തോഷം ആദ്യം പങ്കുവയ്ക്കുന്നു. പിന്നെ ഞാൻ പഠിച്ചത് എൻ്റെ സ്വന്തം നാട് വയനാടാണ്. അപ്പൊ വയനാട് ജില്ലയിലെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ശ്രീനാരായണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ചത് നീലിക്കണ്ടി മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലാണ്, കൽപ്പറ്റ. പിന്നെ PGയും BEഡും പഠിച്ചത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മാനന്തവാടി ക്യാമ്പസ് ഉണ്ട്, അവിടെ മാനന്തവാടിയുള്ള അവിടെയാണ് PGയും BEഡും പഠിച്ചത്. അപ്പോ ടീച്ചർ പറഞ്ഞു ടീച്ചർ സ്വദേശം വയനാടാണ്, ഇപ്പൊ ജോലി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് എന്ന് പറഞ്ഞു. ഈ ചെറുപ്പം മുതലേ ഒരു അധ്യാപികയാവുക അങ്ങനെ ഒരു മോഹം, അല്ലെങ്കിൽ ടീച്ചർ അതിനു വേണ്ട യോഗ്യതകൾ നേടി ശരി, അല്ലെങ്കിൽ ഒരു അധ്യാപികയാവുക എന്നൊരു മോഹം എപ്പോഴാ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നോ, അതോ പിന്നീട് പോകെ അങ്ങ് വന്നതാണോ? തീരെ കുഞ്ഞു പ്രായത്തിലും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ അച്ഛനിങ്ങനെ പറയുമായിരുന്നു, അപ്പം നമ്മുടെ ജോലികളൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, അപ്പം വരും തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി അത്യാവശ്യമാണ് എന്നിങ്ങനെ അച്ഛൻ പറയുമായിരുന്നു. പിന്നെ അച്ഛന്റെ ഏട്ടന്റെ മക്കളൊക്കെ അവര് ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പൊ അതും ഒരു ഘടകമായിട്ടുണ്ട്. അപ്പം ഒരു ഗവൺമെന്റ് ജോലി നേടണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ എന്ന് പറയുമ്പോൾ ഒരുപാട് PSC എക്സാമുകൾ എഴുതിയിട്ടുണ്ടെങ്കിലും കൂടി നമ്മൾ ആ എക്സാമോട് അടുത്ത് വരെ ഒരു 5-6 മാസം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും. പക്ഷെ അതിലപ്പുറത്തേക്ക് കൂടുതൽ സീരിയസ് ആയിട്ട് കണ്ടൊരു എക്സാം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ടീച്ചർ ഈ പഠിച്ചതിന് ശേഷം കുറച്ചു കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു മത്സര പരീക്ഷാ രംഗത്തേക്ക് വരുന്നത് അല്ലെ? അപ്പോ എപ്പോഴാണ് നമ്മുടെ ഒരു ആപ്പ് പ്രെപ്സ്കെയിൽ എന്നൊരു ആപ്പിലേക്ക് എത്തുന്നതും ഈ ആപ്പിൽ പഠിക്കാൻ തുടങ്ങുന്നതും? പ്രെപ്സ്കെയിലിന്റെ ആപ്പ് ഞാൻ ഒരുപാട് തവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അതില് ടീച്ചേഴ്സിന്റെ യൂട്യൂബ് ചാനലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നല്ല നല്ല ക്ലാസ്സുകൾ കാണാൻ പറ്റും. അപ്പൊ ഞാനത് ആപ്പ് എടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഞാൻ പിന്നീടാവാം എന്ന് കരുതിയിട്ട് അതിലുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ പരമാവധി കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നീടാണ് കൂടുതലായിട്ടും പ്രെപ്സ്കെയിൽ ആപ്പ് യൂസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതിലുള്ള ബാലകൃഷ്ണൻ സാറും അതുപോലെ തന്നെ ശിവരാജ് സാറൊക്കെ, സാറിന്റെ ക്ലാസ്സുകൾ അത്രമാത്രം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഫസ്റ്റ് ഞാന് നമ്മുടെ ശ്യാം സാറിന്റെ ഒരു ക്ലാസ്സാണ് എന്നെ എത്രയധികം ഇതിലേക്ക് വരാനുണ്ടായ കാരണം. സാറ് നോട്ടിഫിക്കേഷൻ വരുന്നു, നോട്ടിഫിക്കേഷൻ എടുത്ത് വിളിക്കും, ഇത്ര വേക്കൻസീസ് ഉണ്ട്, പിന്നെ അത്ര സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഒരു ഇൻട്രൊഡക്ഷൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അത് വളരെയധികം എനിക്കത് സാറിന്റെ ക്ലാസ് ഞാനൊരു ഒരുപാട് തവണ അത് ഞാൻ പിന്നെയും അത് ക്ലാസ് കേട്ടു. കാരണം അതിന്റെ സാറ് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തുള്ള കട്ട് ഓഫ് മാർക്ക്, ഓരോ ജില്ലയിലും വൈസ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പലതവണ ഞാനത് കണ്ടു. അപ്പം ഒരു ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതിന് മുൻപേ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലേക്ക് കയറിയ ഒരു വീഡിയോ ആയിരുന്നു അത്. അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുൻപേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഘടകമായിരുന്നു. അപ്പോ ടീച്ചർ പറഞ്ഞു അങ്ങനെ പ്രെപ്സ്കെയിൽ ആപ്പിലേക്ക് എത്തി. ആപ്പിലെ പഠന രീതികൾ ടീച്ചർക്ക് എങ്ങനെയുണ്ടായിരുന്നു? ടീച്ചർ സാധാരണ രീതിയിൽ നമ്മൾ എത്രയും കാലം ഓഫ്ലൈൻ രീതിയിലായിരുന്നു നമ്മുടെ പഠനമൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആപ്പിലേക്ക് വരുമ്പോൾ അതൊരു ഓൺലൈൻ രീതിയിലേക്ക് മാറി.
ആ പഠനം എങ്ങനെയായിരുന്നു, അത് മാനേജ് ചെയ്യാൻ എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗുണമായിട്ട് ടീച്ചർക്ക് തോന്നിയത് എന്താ? അത് ആപ്പ് വഴി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് എപ്പോ വേണമെങ്കിലും കാണാം. കാരണം നമ്മൾ ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്കൊരു ടൈം പറയുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് പലപ്പോഴും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ആ സമയത്തൊന്നും നമുക്കത് പഠിക്കാനോ അത് മുഴുവനായിട്ട് എത്തിച്ചേരാനോ കഴിയില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ എപ്പോഴും ഞാൻ കുറച്ചുകൂടി നേരത്തെ ആപ്പ് എടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു. അപ്പൊ ഇനിയുള്ള PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന HSIക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്കൊരു ഒരു ഡയറക്ഷൻ, ഒരു ഇത് കിട്ടും. നമുക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യണം എന്നതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് ഈ ആപ്പ് വഴി ലഭിക്കുക. കാരണം ഇന്റർവ്യൂവിനാണെങ്കിൽ തന്നെ ശിവരാജ് സാറൊക്കെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഈ ടീച്ചിങ് ഫീൽഡിൽ ഇത്രമാത്രം എക്സ്പീരിയൻസിലുള്ള ആളുകളാണ് ഇതില് വെബ് സ്കെയിൽ ആപ്പില് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് ടീച്ചിങ് ഫീൽഡിൽ എത്രയോ വർഷം, നമ്മളിപ്പം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന ഒരു പേരാണ് ശിവരാജ് സാറ്. അപ്പൊ നമ്മൾ പറയാറുണ്ട് ശിവരാജ് സാറിന്റെ ബുക്ക് എടുക്കാം, ലൈബ്രറിയിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ആ സാറിന്റെ ബുക്ക് എടുക്കാം എന്ന് ഇങ്ങനെ പറയാറുണ്ട് എല്ലാവരും. കാരണം കുറച്ചുകൂടി കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാന്നുള്ള രീതിയിൽ ബുക്ക് എടുക്കാറുണ്ട്. അപ്പോ സാറ് തന്നെ നേരിട്ട് ഇങ്ങനെ ആപ്പിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതെനിക്കൊരു താല്പര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ ബാലകൃഷ്ണൻ സാറും ഒരുപാട്, അവരെല്ലാവരും ആപ്പിലുള്ള എല്ലാ അധ്യാപകരും വളരെ കാര്യമായിട്ട് പല കാര്യങ്ങളും അതിനെ ഫോക്കസ് ചെയ്യുന്ന രീതി, അതിനെ സമീപിക്കുന്ന രീതി തന്നെ നമുക്ക് വളരെയധികം താല്പര്യം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല മറ്റ് പുസ്തകങ്ങളും എല്ലാം ഒരു സഹായിച്ചിട്ടുണ്ട് തന്നെ. പുസ്തകങ്ങളും അതുപോലെ തന്നെ ഒരു കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. കമ്പൈൻ സ്റ്റഡി നമ്മളിവിടെ ഒരു ഗ്രാമപ്രബോഷിനി വായനശാല എന്നുള്ളൊരു വായനശാലയുണ്ട്. അപ്പൊ ആ വായനശാലയിൽ വെച്ചിട്ട് ഞാൻ രാത്രി കാലങ്ങളിൽ അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സുഹൃത്തും ഞാനും കൂടെയാണ് ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വായനശാലകളിൽ വൈകിട്ട് പോയിരുന്നുണ്ട്. രാവിലെ പോകുമായിരുന്നു. രാവിലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ പോയി. അപ്പൊ ചെറിയ മോന് UKG-യിലായിരുന്നു. അപ്പൊ അവൻ വരുന്ന സമയമാകുമ്പോഴേക്കും അവൻ 2:30 ആ സമയമാകുമ്പോഴേക്കും വരും. അപ്പൊ ഒരു 11 മണി മുതൽ ആ ഒരു 2:30 വരെ ഞാൻ വായനശാലയിൽ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോ പിന്നെയും പോകും. അപ്പൊ ഹസ്ബൻഡിന്റെ അച്ഛനുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ ഇവർക്ക് മക്കൾക്കായാലും അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. അത് കാരണം അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോ ആ സമയങ്ങളിൽ രാത്രി അവിടെ പോയിട്ട് ഒരു 9:30 വരെയൊക്കെ ഗ്രാമപ്രബോഷണ വായനശാലയിൽ പോയിട്ട് ഇരുന്ന് വായിക്കുമായിരുന്നു. അപ്പൊ അവൾക്ക് കുറച്ച് ദൂരമുണ്ട് വരാൻ. അവ ചില ദിവസങ്ങളിലൊന്നും അവൾ എത്തിപ്പെടാറില്ല. ജിൻസി എന്നാണ് അവളുടെ പേര്. B.Ed എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. കല്യാണം കഴിച്ചുകൊണ്ടൊന്നും ഇങ്ങോട്ട് തന്നെയാണ്. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് വായനശാലയിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യും. അവളില്ലാത്ത സമയങ്ങളിൽ ഞാൻ തനിച്ചായാലും വായനശാലയിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോഴായാലും ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല. അങ്ങനെയുള്ള പൊതു ഇടങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ വീടുകളിലാകുമ്പോൾ നമ്മുടെ പല ആളുകളും നമ്മളെ ഗസ്റ്റ് ആയാലും ഒക്കെ വരുമ്പോൾ നമ്മുടെ സമയം ഒരുപാട് പോകും. അപ്പൊ ഇങ്ങനെ സീരിയസ് ആയിട്ട് ആ എക്സാമിന്റെ സമയത്ത് മറ്റു കാര്യങ്ങളിലൊന്നും ഇൻവോൾവ്ഡ് ആവാതെ അങ്ങനെ 9:30 വരെ 9:30 മണി മാക്സിമം ആ സമയം വരെയൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള അതിന്റെ വായനശാലയുടെ അധികാരികളായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു അവര്. നമുക്ക് താക്കോലായാലും തരും, പിന്നീട് നമ്മൾ വീട്ടിൽ വെച്ചാൽ മതി, പിറ്റേ ദിവസം അങ്ങനെയൊക്കെ എല്ലാവിധ സപ്പോർട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പൊ അതൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ടീച്ചർ ഇപ്പൊ പറഞ്ഞു, ടീച്ചർ ഈ എക്സാമിന് വേണ്ടി ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം ഇന്റർവ്യൂവിന്റെ സമയമായപ്പോഴേക്കും നമ്മുടെ ആപ്പ് കുറച്ചുകൂടി കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് ചോദിച്ച ഏതെങ്കിലും ചോദ്യങ്ങൾ ടീച്ചർക്ക് ഓർമ്മയിലുണ്ടോ? അതുപോലെ ഇന്റർവ്യൂ ബോർഡിന്റെ കുറെ ആൾക്കാർ ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ തയ്യാറെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ ഈ LP UP അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് പോകുന്ന ആൾക്കാരും ഇതുപോലെ ഇന്റർവ്യൂ ബോർഡിനെ നേരിടേണ്ടി വരുമല്ലോ. അപ്പോ അവരോട് എന്തെങ്കിലും ടീച്ചർക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു അനുഭവം എന്തായിരുന്നു? എന്റെ അനുഭവം വളരെയധികം ടെൻഷനായിരുന്നു. നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിൽ നമ്മൾ ഫേസ് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദൂരം കോട്ടയത്ത് വെച്ചിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പോയി അപ്പോൾ റൂമൊക്കെ എടുത്ത്, കാരണം പിറ്റേ ദിവസം വൈകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നേരത്തെ പോയി റൂം എടുത്തിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പ്രിപ്പറേഷൻ നടത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇന്റർവ്യൂ ബോർഡ് അത്രയും നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവര് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. പക്ഷെ നമ്മുടെ അറിവിനേക്കാൾ ഉപരി നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നമ്മളെ സമീപനം എങ്ങനെയാണ്, അതുപോലെ തന്നെ ടീച്ചിങ്ങിനോട് നമ്മളുടെ താല്പര്യത്തെക്കുറിച്ച്, ഇതിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ എങ്ങനെ അവരോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയാണ് അവരതില് പറയുന്നത്. അപ്പോ ഇന്റർവ്യൂ ബോർഡില്
പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടി അതിന് മറുപടി പറയാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്റർവ്യൂവിൽ അവര് ഞാൻ വയനാട് ജില്ലയിൽ എന്റെ സ്ഥലം വെച്ചതുകൊണ്ട് തന്നെ വയനാട് ജില്ലയെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ സോഷ്യോളജി ആയതുകൊണ്ടും അങ്ങനെ അവിടെ ട്രൈബ്സ് കുറെ ഉള്ള ഒരു സ്ഥലം കൂടി ആയതുകൊണ്ട് ട്രൈബ്സിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്സ് എത്രയുണ്ട്, അപ്പൊ അവരുടെയൊക്കെ പേരുകള് അതൊക്കെ ചോദിച്ചു. പക്ഷെ അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ വളരെ നന്നായിട്ട് മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞു. അവിടെയുള്ള ട്രൈബ്സ് അവരുടെ, അപ്പൊ എന്നോട് ചോദിച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കുക, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒന്നും കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ അവരത്രമാത്രം സ്നേഹമുള്ള ആളുകളാണ്. അപ്പൊ പഠിപ്പിക്കുന്ന കാര്യത്തിലൊന്നും അതൊരു വിഷയം വരില്ല എന്ന് പറഞ്ഞു. പിന്നെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കോട്ടയത്ത് ജില്ലയിൽ വെച്ചതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ വയനാട് ജില്ലയിലെ ട്രൈബ്സിനെ കുറിച്ചും അവരുടെ ഭാഷകളും വേഷങ്ങളെ കുറിച്ചും അങ്ങനെ കുറച്ച് ഏരിയയിലേക്ക് അവര് ഇന്റർവ്യൂ അങ്ങനെ മാറി. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചെങ്കിൽ കൂടി അപ്പൊ നമ്മൾ എന്താണോ നമ്മള് ഇന്റർവ്യൂവിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ബയോഡാറ്റ കൊടുക്കുന്നതിൽ നമ്മൾ എത്രമാത്രം, അതും എനിക്ക് പ്രെപ്സ്കേൽ ആപ്പ് വഴി കിട്ടിയ ഒരു അറിവായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു നമ്മൾ അതിൽ പറയുന്നുണ്ട്, നമ്മളെ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മളൊരു ബയോഡാറ്റ വെക്കുമ്പോൾ അത് അത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻ വരാന്ന്. അപ്പൊ എല്ലാ ചോദ്യവും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാൻ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്, അതിനൊന്നും ഒരു മാറ്റവും വന്നില്ല. അപ്പൊ നമുക്കറിയാം നമ്മളെ കുറിച്ച് എന്ത് ചോദിക്കും എന്ന് നമുക്കറിയാം. നമ്മുടെ ബയോഡാറ്റ വെച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ സോഷ്യോളജിയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങള്, പിന്നെ ഡിഗ്രി, അങ്ങനെ നമ്മളെ ബേസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടും വന്നിട്ടില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പാനൽ നമ്മൾ സംസാരിച്ചത്. അപ്പൊ അങ്ങനെ ഈ പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും നമ്മുടെ ബയോഡാറ്റയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടേതായിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് തയ്യാറാക്കുക. അപ്പൊ അതൊരു ഘടകമാണ്. അപ്പൊ അതിൽ നിന്നുമായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഏരിയാസ് വായനകൾ ഉണ്ടെങ്കിൽ അപ്പം സത്യസന്ധമായിട്ട് ചെയ്യാം, എന്നാലേ നമുക്കത് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ പറയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലർക്കും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം എളുപ്പമുള്ള മേഖല എന്ന് പറയുമ്പോൾ ഭക്ഷണത്തെ കുറിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേര് ഹോബീസ് ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ അവർ പലതരത്തിലുള്ള ചൈനീസ് ഫുഡുകളുടെ പേരുകളും ഒക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ സത്യസന്ധമായിട്ട് നമ്മളത് എഴുതി കഴിയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ ടീച്ചർ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് ടീച്ചർ ഒരു എക്സാം എഴുതി, ആ എക്സാമിൽ നല്ല മാർക്കോട് കൂടി തന്നെയാണ് ടീച്ചർ ഇന്റർവ്യൂവിലേക്ക് എത്തുന്നത്. നല്ല വലിയൊരു സിലബസ് ആണ് നമ്മുടെ മുന്നിൽ HSTക്ക് ഉള്ളത്. ആ സിലബസിലെ എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. അപ്പൊ അതിൽ ഓരോ ഭാഗങ്ങളും, എല്ലാ ഭാഗവും ചിലപ്പോൾ എല്ലാവർക്കും എളുപ്പമായിക്കൊള്ളുന്നില്ല, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാവാം. ഓരോ ഭാഗവും എങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നു ആ ഒരു ഭാഗം മാനേജ് ചെയ്തത്, അതുപോലെ പ്രീവിയസ് എക്സാംസ്, മോഡൽ എക്സാംസ്, ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ടല്ലോ. അങ്ങനെ പ്രീവിയസും മോഡലും ഒക്കെ ധാരാളം ചെയ്തിരുന്നു. എങ്ങനെയായിരുന്നു പഠിച്ചിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്? ഞാന് ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് മുൻപ്, ഞാൻ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഈ ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുൻപേ എന്റെ ഒരുപാട് സുഹൃത്തുക്കള് LP UPയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് സപ്ലിമെന്ററിയിലും അങ്ങനെയൊക്കെ ഒരുവിധം എല്ലാവരും ആ ലിസ്റ്റിൽ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ആ ഒരു എക്സാം എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോ അങ്ങനെ എഴുതാൻ കഴിയാതിരുന്ന അന്ന് എനിക്ക് കേട്ടറ്റ് ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, കേട്ടറ്റ് എഴുതാതിരുന്ന വളരെ കഷ്ടമായി, അതുകൊണ്ടാണല്ലോ എനിക്കിത് എഴുതാൻ പറ്റാതെ വന്നത്. അപ്പൊ ഇനി എന്തായാലും ഈ HSL എനിക്ക് എന്തായാലും കിട്ടണം എന്ന് അന്നേ ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ അത്രയും ആഗ്രഹിച്ചിരുന്നു. അപ്പൊ നമ്മളൊരു കാര്യത്തെ അത്രമാത്രം ആഗ്രഹിച്ചിട്ട് അതിനെ സമീപിക്കുകയാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യത്തെ അത്രയും ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ അങ്ങനെ അത് നമുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ വരും. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് കരുതി ആദ്യമായിട്ട് ഈ സിലബസ് എടുത്തു വെച്ചു. ഇതിന്റെ പ്രോപ്പറായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക, ഈ നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങി. ഇതിന്റെ HSI കുറിച്ച് അതിന്റെ സിലബസ് എല്ലാം ഉൾക്കൊള്ളുന്ന, കണ്ടന്റ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങി. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമുക്ക് കിട്ടാവുന്ന സോഴ്സുകളൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ചോദ്യം വരുന്ന ഒരു മേഖലയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ എത്ര പഠിച്ചാലും പിന്നെ മറന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പഠിക്കാൻ തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ അതിന് ആർട്ടിക്കിളുകളൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കിയിട്ട്
ഫോൺ കവറിന്റെ പുറകിലായിട്ട് ഞാനത് പേപ്പറിൽ എഴുതിയിട്ട് വെക്കുമായിരുന്നു. നമ്മളിവിടെ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തു പോവുകയാണെങ്കിലോ ഈ ആർട്ടിക്കിളൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. അപ്പൊ നമ്മൾ പല സമയത്തും അതുപോലെ തന്നെ ഈ എഴുതിയത് ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് അല്ലാതെയും എടുത്തു വെച്ചതിന് ശേഷം ഫോണിലും ഇത് നോക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു പുറത്തും നമ്മളെ സമയം വേസ്റ്റ് ആവില്ല. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് ഒരു ട്യൂഷൻ സെന്റർ നടക്കുന്നുണ്ടായിരുന്നേ വീടിനടുത്ത് തന്നെ. അപ്പൊ ആ ട്യൂഷൻ സെന്ററിലും അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തൊന്നും ഒരുപാട് ഉപകാരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരങ്ങളിൽ ആയിരുന്നു കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതും കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിനൈസൻസ് എത്ര ഇതുപോലെ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ മറന്നു പോകും പല കാര്യങ്ങളും. അപ്പൊ അത് ഞാൻ ഓരോ വ്യക്തികളെ എടുത്തുകൊണ്ട് ഞാൻ പഠിക്കും. ഓരോ ദിവസം ഒരാളെ പഠിക്കാം എന്ന് കരുതിയിട്ട് ഒരാളെ എടുത്ത് പഠിക്കും. എന്നിട്ട് അങ്ങനെ നോട്ടിഫിക്കേഷൻ വിളിച്ച് അപ്പൊ തുടങ്ങിയിട്ട് ഞാനിങ്ങനെ എക്സാം വരെ ഓരോരുത്തരെ പഠിക്കുമായിരുന്നു. പിന്നെയും മറന്നു പോകും. ശ്രീനാരായണ ഗുരു, അയ്യൻകാൾ ഇവരെയൊക്കെ പഠിച്ച് പിന്നെയും വരുമ്പോൾ പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ മറന്നു. അപ്പൊ എന്തെങ്കിലും ഒരു ട്രിക്ക് വെച്ചിട്ട് അവരെ പേരുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോഗ്രഫി എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഏരിയ ആയിരുന്നു. പക്ഷെ ജോഗ്രഫിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടു. അതുകൊണ്ട് കുറെ ക്ലാസ്സുകൾ അതിനായിട്ട് എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഈ ഓഷ്യൻസിൽ വരുന്ന പ്രവാഹങ്ങളൊക്കെ അതൊക്കെ എക്സാമുകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നറിയാൻ കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തിട്ട് ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് നന്നായിട്ട് ഫോക്കസ് ചെയ്തു. കാരണം നമ്മൾ ടൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക് ഓഷ്യനിലൊക്കെ വരുന്ന അങ്ങനെ കറൻസ് ഒക്കെ അത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തായിട്ട് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ ഞാൻ ആ ഒരു ഏരിയയിൽ നമുക്ക് നെറ്റിൽ നോക്കി സെർച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ കണ്ടന്റ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരും എന്ന് തോന്നിയിട്ട് അങ്ങനെയുള്ള ഏരിയാസ് അത് നമ്മുടെ സിലബസിൽ നോക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരുപാട് തവണ. അപ്പൊ നമുക്ക് അറിയാമെന്ന് തോന്നും പല കാര്യങ്ങളും, പക്ഷെ നമുക്ക് സമയത്ത് നമുക്ക് കിട്ടില്ല. അപ്പൊ അത് മോക്ക് ടെസ്റ്റുകൾ വളരെ ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്കറിയാം. ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാതെ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പല പ്രാവശ്യം ശ്രമിക്കും. നമുക്കറിയാം, പൂർണ്ണമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരുന്നു ഞാനത് ചെയ്തത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതാണോ ചില സമയത്ത് 2 ഓപ്ഷനും ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ എന്നാലും മൈനസ് മാർക്ക് കുറവായിരുന്നു. അപ്പൊ നമ്മൾ ഈ ജോലിയിലേക്ക് എത്തിപ്പെടണം എന്ന് അത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ മൈനസ് മാർക്ക് കുറയ്ക്കുക. അപ്പം പിന്നെ അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഏരിയാസ് എന്തായാലും പഠിക്കണം. പക്ഷെ ടഫ് ആയിട്ടുള്ള ഏരിയ ഏത് ഭാഗത്തുനിന്നാണ് വരുന്നത് നോക്കിയിട്ട് അത് നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് മറ്റുള്ളവർക്കാർക്കും കിട്ടാത്തൊരു മാർക്കായിരിക്കും നമുക്ക് അവിടെ കിട്ടാൻ പോവുക. അപ്പൊ ആ ഒരു ഏരിയ നന്നായിട്ട് നമ്മൾ പഠിക്കണം. മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് നമ്മൾ ആ ഏരിയയിൽ നമുക്ക് എവിടെ നിന്നൊക്കെ സോഴ്സ് കിട്ടുമോ ഡൗൺലോഡ് ചെയ്തെടുക്കാനോ എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഏരിയയിൽ, കാരണം അങ്ങനെയുള്ള സോഴ്സുകൾ കുറവായിരിക്കും. അപ്പൊ ആളുകൾ പഠിക്കുന്നതും കുറവായിരിക്കും. അപ്പൊ നമുക്കൊരു ചാൻസ്, ഒരു മാർക്ക് നമുക്ക് അധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റാങ്കിൽ നമുക്ക് മേലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പഠിച്ചത്. ഇങ്ങനൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം മക്കളുണ്ട്, അപ്പോൾ അവരുടെ കാര്യം നോക്കണം, അവരുടെ സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസും കൂടി ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ സമയത്ത് പഠനം എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? ഫാമിലിയുടെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് ടീച്ചർ ഇടയിൽ പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു കാര്യങ്ങളെല്ലാം? അത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആ സമയത്ത് ഹസ്ബൻഡിന്റെ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പ്രൊവിഡൻസ് കോളേജിലായിരുന്നു, അവിടെ നിന്ന് റിട്ടയർഡ് ആയതാണ്, ലാബ് അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചിടം പിന്നെ മരിക്കുന്നതിന് മുൻപ് വരെ അടുത്തുള്ള സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോകുമായിരുന്നു. ഈ മൈക്രോസ്കോപ്പിന്റെ വർക്കൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു. അപ്പൊ കൂടുതൽ സമയം അച്ഛൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അച്ഛനുമായിട്ട് അവർ ഭയങ്കര അറ്റാച്ച്ഡാ മക്കള്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കൂടുതലും ഹസ്ബൻഡിന്റെ അച്ഛൻ നോക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ എന്ത് വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് കൊണ്ടുതരുന്ന ഒരു സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം വലിയൊരു ഘടകമായിരുന്നു. അപ്പൊ എന്നേക്കാളുപരി എന്റെ പാരന്റ്സ് അവര് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അതൊരു ഘടകമാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് അത്രമാത്രം എന്റെ അച്ഛനും അമ്മയും അവർ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മ എപ്പോഴും വിളിക്കുമ്പോഴും ഇങ്ങനെ പറയാറുണ്ട്,
അമ്പലങ്ങളിൽ പോകാറുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവരുടെ ഒരു സപ്പോർട്ട്, അവരുടെ ഒരു പ്രാർത്ഥനയും ആ ഒരു സമയത്ത് ഒരു അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സ്റ്റാനി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അത്, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ വേണമെങ്കിൽ ചെയ്തു നോക്കാം. അപ്പോൾ അവര് സിസ്റ്റർ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു കാര്യത്തെ നമ്മൾ അത്ര ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും. അപ്പൊ നമ്മൾ ഒരുപാട് പേര് സിസ്റ്റർ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ അത് എഴുതി വെക്കുക. നമുക്ക് ഇന്ന സമയത്ത് ഞാൻ എന്നെ ഹോസ്റ്റലിലെത്തും എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഒരു പേപ്പറിൽ എഴുതിയതിനു ശേഷം അത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നമ്മളത് എല്ലാ ദിവസവും നമ്മളത് അതിന് മുമ്പിൽ പഠിക്കുന്ന സമയത്തോ നമ്മൾ അതിന് മുമ്പിൽ അത് നോക്കിയിട്ട് കുറച്ച് സമയം നമ്മളത് നമ്മുടെ മനസ്സിലേക്ക് അത് പറഞ്ഞ് നമ്മൾ അതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് 30 ദിവസം ചെയ്യണം. 30 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പൊ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം. അങ്ങനെ പക്ഷെ നമ്മൾ പല സമയത്തും അത് ദിവസം മറന്നു പോവുകയൊക്കെ ചെയ്യും. അപ്പൊ സിസ്റ്റർ അങ്ങനെ ദിവസം മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതി വെച്ച് നമ്മളത് കാണുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത കൂടും, ഒരു റെസ്പോൺസിബിലിറ്റി ആണത്. കാരണം ഞാൻ ഇന്ന് ചെയ്യും എന്ന് നമ്മൾ എഴുതി വെക്കുകയാണ്. അപ്പൊ നമ്മളത് ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളിലേക്ക് വരികയാണ്. അതൊരു ഘടകമായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാലും വിശ്വസിക്കുമോ അറിയില്ല, ഞാൻ 2ാം റാങ്ക് തന്നെയാണ് എഴുതി വെച്ചിരുന്നത്. അപ്പോ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എത്രയോ തവണ മറന്നുപോയിട്ടൊക്കെ ഉണ്ട്. മറന്നുപോയി, പക്ഷെ വീണ്ടും ഇപ്പം 20 ദിവസത്തിൽ കഴിയുമ്പോൾ പിന്നെ മറന്നു വിടുന്നു, അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം. അപ്പൊ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പഴയ, എന്നിട്ട് അതങ്ങനെ കുറെ പ്രാവശ്യം എന്നിങ്ങനെ കാണുവാണല്ലോ. കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും ശരിയാണ്, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കണമല്ലോ. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് അതൊരു കാരണമായിട്ടുണ്ട്, എഴുതി വെച്ച് നിത്യവും അത് കാണുന്നത്. പിന്നെ അമ്മയും ഇവിടുത്തെ അമ്മയായാലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ വായനശാലയിൽ ഇരിക്കുന്ന സമയത്താണെങ്കിലും ആ മക്കളും അച്ഛനും ഹസ്ബൻഡും എല്ലാവരും കുട്ടികളുമായിട്ട് നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഘടകമായിട്ടുണ്ട്. അപ്പം ഫാമിലിക്ക് വളരെ വലിയൊരു താങ്ക്സ്. അപ്പൊ അവിടെ പോകുന്ന സമയത്തും അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അപ്പൊ തീർച്ചയായിട്ടും കിട്ടും അവരുടെ പ്രാർത്ഥന. അപ്പൊ നമുക്ക് ഈശ്വരാനുഗ്രഹം ഒരു ഘടകം കൂടി വേണം. അപ്പൊ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം, നന്നായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിനൊരു ഘടകം, ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ വഴികളെല്ലാം നമ്മൾ നോക്കണം. ഒരു വഴികൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് മുൻപന്തിയിൽ എത്താൻ കഴിയുള്ളൂ. നമ്മൾ പുറകോട്ടായിട്ട് കാര്യമില്ല. അപ്പോൾ ഏറ്റവും ഉയർന്ന റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പൊ ഏതൊക്കെ വഴികൾ നമുക്ക് കിട്ടുമോ, ഏതൊക്കെ സോഴ്സുകൾ കിട്ടുമോ, ആ സോഴ്സുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുക. അതിൽ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് തന്നെയായിരുന്നു ഇങ്ങനെ പ്രപ്സ്കെയിൽ ആപ്പ്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അത് എടുക്കുന്നത് വളരെയധികം നന്നാവും. അപ്പൊ എന്നാലേ നമുക്ക് ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അധ്യാപന മേഖലയിൽ ഉള്ള ആളുകൾ ക്ലാസ് എടുക്കുമ്പോൾ അവർക്ക് അത്രയും അറിയാം, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പൊ അവര് തരുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ പോയിന്റ്സുകളാണ്. തീർത്തും നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ടീച്ചർ പറഞ്ഞു ടീച്ചറുടെ സ്വദേശം എന്ന് പറഞ്ഞാൽ വയനാടാണ്, നിലവിൽ ഉള്ളത് കോഴിക്കോടാണ്, അപ്ലൈ ചെയ്ത് ടീച്ചർ കോട്ടയത്താണ്, എന്നിട്ടാണ് ടീച്ചറുടെ 2ാം റാങ്ക്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കോട്ടയം എന്നുള്ളൊരു പ്രിഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുത്തത്? അതുപോലെ ജോലി കിട്ടി 2ാം റാങ്കോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ സർവീസിൽ കയറി, അങ്ങനെ കയറി കഴിഞ്ഞ ഒരു സ്കൂളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ആ സ്കൂള്, ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതായത് ഞാന് വയനാട് ജില്ലയാണ് സ്വദേശം. അപ്പൊ വയനാട് ജില്ലയില് ഞാൻ 2014 ഒരു LDന്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വയനാട് ജില്ലയിൽ പോസ്റ്റിംഗ് കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റു ജില്ലകളെ അപേക്ഷിച്ചിട്ട് വേക്കൻസീസ് കുറവായതുകൊണ്ട് പോസ്റ്റിംഗ് കുറവാണ്. അപ്പൊ ഞാൻ വയനാട് ജില്ലയിലായിരുന്നു കൂടുതൽ PSCകളും അപേക്ഷിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് PSC കുറച്ചുകൂടി സീരിയസ് ആയി കണ്ട സമയത്താണ് മറ്റ് ജില്ലകൾ ചൂസ് ചെയ്യാം, നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ജില്ലകൾ ചൂസ് ചെയ്യാം എന്നൊരു തീരുമാനം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഞാൻ ഓർത്ത് കോഴിക്കോട് ജില്ലയിൽ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓർത്ത് എങ്കിൽ കോഴിക്കോട് വേറെ ഒരു ജില്ല ചൂസ് ചെയ്യാമെന്ന് കരുതി. പക്ഷെ കോട്ടയം അപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് വിശ്വകർമ്മ കുറവാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അന്ന് കോട്ടയം വെച്ച് നോക്കാം എന്ന് കരുതി. സാറിന്റെ വീഡിയോ ഒരുപാട് തവണ കണ്ടു. പക്ഷെ എന്നാലും അന്നത്തെ എത്ര പേര് മുൻപത്തെ ലിസ്റ്റിൽ നിന്ന് വന്നു എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അപ്പൊ ഞാൻ കോട്ടയം വെക്കാമെന്ന് കരുതി കോട്ടയത്ത് അപേക്ഷിച്ചു.
പക്ഷെ അപേക്ഷ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കിട്ടിയതിന് ശേഷം പലരും പറഞ്ഞിരുന്നു, അയ്യോ കോട്ടയം ജില്ല വെച്ചത് എന്താണ്, കോട്ടയം ജില്ലയിൽ കിട്ടാൻ പ്രയാസമാണല്ലോ, അങ്ങനെയൊക്കെയാ പറഞ്ഞത്. അപ്പോൾ ഉയർന്ന റാങ്കിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം. എന്നാലും ഞങ്ങളെ ലിസ്റ്റിൽ നിന്ന് 12 പേര് റാങ്ക് നിയമനം കിട്ടി. പിന്നെ സ്കൂളിലേക്ക് വന്നത് കോട്ടയം കാരാപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ ഞാൻ ചെന്ന സമയത്ത് എല്ലാവരും വളരെ നല്ല ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. എല്ലാവരും നല്ല സപ്പോർട്ട്. നമ്മൾ പുതിയൊരു അധ്യാപികയാണ് എന്നുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അത് വളരെ സന്തോഷമുള്ള ഒരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ്. നല്ല സ്കൂളാണ്. അപ്പം കഴിഞ്ഞ തൊട്ടടുത്ത വർഷമാണ് പുതിയ കെട്ടിടമൊക്കെ ആ സ്കൂളിലേക്ക് അനുവദിച്ച് കിട്ടിയത്. അപ്പം പുതിയ കെട്ടിടത്തിലേക്ക് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഭയങ്കര നമ്മൾ പുതിയ സ്കൂളിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ജനുവരി 5-നാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതുവരെ ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ, അതെല്ലാം റെഡി ആയിട്ടാണ് പോയത്. അപ്പൊ ജനുവരി 5-ന് ജോയിൻ ചെയ്യാന്ന് കരുതി. അപ്പൊ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ രാത്രി ഒരു വണ്ടിക്കായിരുന്നു പോയത്. അപ്പൊ രാത്രി ഒരു 12:30 കഴിഞ്ഞു. രാത്രി 12:30 1 മണിയൊക്കെ ആയി തോന്നുന്നു. അപ്പോഴാണ് അപ്പൊ ഞങ്ങൾ കോട്ടയം ടൗണിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൂൾ എവിടെയാ ഒന്നും അറിയില്ല. അങ്ങനെ രാത്രി 12:30 ആ ഒരു ടൈമിലായിരുന്നു. 12:30 1:30 ആവും തോന്നുന്നു. അപ്പൊ പറഞ്ഞു എന്നാലും സ്കൂളിൽ പോയി കണ്ടാലോ എന്ന്. അത്രയും ഒരു ഇഷ്ടമായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രിക്ക് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രാത്രിക്ക് ആ സ്കൂൾ വരെ പോയി, സ്കൂളിന്റെ വാതിക്കൽ വരെ പോയി. സ്കൂളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നല്ലൊരു സ്കൂളായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അതിനടുത്ത് തന്നെ ഒരു റൂം എടുത്തിട്ടാണ് താമസിച്ചത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ പോയി ജോയിൻ ചെയ്തു. കുട്ടികളും അതുപോലെ തന്നെ വളരെ സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. വളരെ സ്നേഹമുള്ള കുട്ടികളാണ്. വളരെയധികം അവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ ഒരു വേറെ ജില്ലയിൽ നിന്നോ ദൂരെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. നമ്മളോട് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളിപ്പോൾ ഈ ജില്ലക്കാരാണ്, മറ്റൊരു ജില്ലയിൽ അപ്ലൈ ചെയ്യണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ? അപ്പൊ ടീച്ചറുടെ അഭിപ്രായത്തിൽ ഇപ്പൊ മറ്റൊരു ജില്ലയിൽ പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ടീച്ചറുടെ അഭിപ്രായം? അത് നല്ലതാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോ നമുക്കറിയാം ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. സ്വന്തം വീട്ടിലെല്ലാം അവിടെ പോയി നിൽക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം കുറെ നല്ല വശങ്ങൾ കൂടി ഉണ്ടായിരിക്കും. എന്താണ് ടീച്ചറുടെ അഭിപ്രായം? ഞാനിപ്പോ ഏത് ജില്ലയിലാണെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതലും ആ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുക പെട്ടെന്ന് കിട്ടാനുള്ളൊരു സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ബാക്കിയൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ വേറൊരു ജില്ലയിലാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന നമ്മുടെ ഫീൽഡ് എന്ന് പറയുന്നത് അധ്യാപനം തന്നെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടില്ല എന്ന് പറയാനും പറ്റില്ല. നമ്മൾ ഒരു ജില്ലയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്റർ ഡിസ്ട്രിക്ട് കിട്ടി നമ്മൾ 5 വർഷമാണ് കാലാവധി പറയുന്നത്. അപ്പൊ 5 വർഷം ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് പോകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാതില്ല. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എങ്ങനെ ഒരു ഗവൺമെന്റ് സർവീസിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേറെ ജില്ലയിൽ കൊടുക്കുന്നതൊരു പ്രയാസമല്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ഈ ആപ്പിൽ പറയും സാറ് അങ്ങനെ ഓരോ സ്ഥലത്തും വരുന്ന വേക്കൻസികൾ, ഓരോ സ്ഥലത്തുള്ള കട്ട് ഓഫ് മാർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് നന്നായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് വേറൊരാളുടെ തീരുമാനവും അഭിപ്രായങ്ങളും കേൾക്കാതെ നമ്മൾ തന്നെ ഏത് ജില്ലയിലായിരിക്കും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് സാധ്യത എന്ന്. ഓരോ ഉദ്യോഗാർത്ഥിക്കും വ്യത്യസ്തമായിരിക്കും കാര്യങ്ങൾ. എല്ലാവരും സെയിം ആയിരിക്കില്ല. ഇപ്പൊ ഞാനെടുത്ത തീരുമാനം വേറൊരാൾക്ക് നന്നാവണമെന്നില്ല. അപ്പോൾ അവരുടെ കാസ്റ്റും എല്ലാം വെച്ചുകൊണ്ട് സ്വന്തമായിട്ട് അതിന് സമയമെടുത്തിട്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. സമയമെടുത്തിട്ട് ഏത് ജില്ലയിലായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കിട്ടുക, അതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ അത്രയും ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഈ ജോലിക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ് നല്ലത്. അതിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും കാര്യങ്ങൾ വ്യത്യസ്ത രീതിയിലായിരിക്കും. നമ്മളിപ്പോ ഒരു ഇന്ന ജില്ലയിൽ അപേക്ഷിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അടുത്ത വർഷം അത്രത്തോളം വേക്കൻസി വരണമെന്നില്ല. അപ്പൊ ഓരോ തവണയും വേക്കൻസികളിൽ വ്യത്യാസം വരും, കട്ട് ഓഫ് മാർക്കിൽ വ്യത്യാസം വരും, എല്ലാത്തിനും വ്യത്യാസം വരും. അപ്പൊ അത് നമ്മുടെ തീരുമാനമാണ്. നമ്മളതിനെ സമീപിച്ച് വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള അധ്യാപകർ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് കട്ട് ഓഫ് മാർക്ക് വരുന്നതും അങ്ങനെയുള്ള എല്ലാം വ്യക്തമായിട്ട് കേട്ടതിന് ശേഷം നമ്മളൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും നന്നാവുക.
ടീച്ചർ പറഞ്ഞു ടീച്ചർ ആദ്യമായിട്ട് സർക്കാർ സർവീസിലേക്ക് കയറുന്നത് ഈ HST ആണ്. അതിനു മുമ്പ് ടീച്ചർ സ്വാഭാവികമായിട്ടും BEd കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് അതുപോലെ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജിലോ സ്കൂളുകളിലോ ഒക്കെ പഠിപ്പിക്കുന്ന പോലെ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു? അതുപോലെ ഈ ജോലി കിട്ടുന്നതിന് ശേഷവും അതിനു മുമ്പുമുള്ള കുറെ കാര്യങ്ങളിൽ മാറ്റം വന്നു. ഒരു സ്ഥിരമായ ഒരു വരുമാനത്തിലേക്ക് വരുന്നു. നമ്മുടെ ഒരു നിലവാരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അല്ലെ? അപ്പൊ അതിൽ എല്ലാവരുടെയും ഒരു ചിന്താഗതിയിൽ മാറ്റം വരുന്നു. അപ്പൊ എങ്ങനെയാണ് ആ ഒരു മാറ്റത്തെ ടീച്ചർ കാണുന്നത്? അതായത് ഞാൻ BEd കഴിഞ്ഞിറങ്ങിയ സമയത്ത് തന്നെ എവിടെയെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പ്രൈവറ്റ് കോളേജ് ഉണ്ടായിരുന്നു. അവിടെ പ്ലസ് ടുവിനും അതുപോലെ തന്നെ ഡിഗ്രിക്കും സോഷ്യോളജി ഒരു വർഷം ഞാൻ അവിടെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ പാട് അപ്പോഴാണ് കല്യാണം. 2014 കല്യാണം. അപ്പൊ അവിടെ നിന്ന് തുടർന്ന് ഇങ്ങോട്ട് ഞാൻ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ ഈ ഒരു ഫീൽഡിൽ അധ്യാപനം വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങളുടെ ഒരു ട്യൂഷൻ സെന്റർ നടത്താൻ തീരുമാനിച്ചു. അപ്പൊ നമുക്ക് എന്നും നമ്മൾ വർക്ക് ചെയ്യുമല്ലോ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യും കുറെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഹസ്ബൻഡിന് നിർബന്ധം ഉണ്ടായിരുന്നു മറ്റു ജോലികൾക്കൊന്നും പോകണ്ടെന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ടീച്ചിങ് ആണെങ്കിൽ കൂടി നീ PSC പഠിച്ച് കയറുവാണെങ്കിൽ കയറിക്കും, അല്ലാതെ വെറുതെ എന്തിനാ ഇങ്ങനെ അങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ പറഞ്ഞു എന്നോട്. പക്ഷെ ഞാൻ അന്ന് ആ തീരുമാനത്തോടെ എതിർപ്പായിരുന്നു. അത് ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ അത് എന്റെ കാര്യത്തില്, എല്ലാവരുടെ കാര്യത്തിലല്ല. ഞാൻ അങ്ങനെ ആരും വർക്ക് ചെയ്യാൻ പോകാതിരിക്കുന്നത് നല്ല കാര്യമല്ല. പക്ഷെ ഞാനത് പഠിക്കുന്നതിന് എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ആ സമയത്ത് ഉപയോഗപ്പെടുത്തുകയും കൂടി ചെയ്തു. തുടർച്ചയായിട്ട് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാതിരിക്കുക, വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി റൊട്ടീൻ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇറിറ്റേഷൻ തോന്നും. ആ സമയത്താണ് പഠനത്തെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. ഒരുപാട് PSCകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി PSCകളോട് അത്രയും നമ്മൾ അത്രയും ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു HSC ആണ് അത്രയും ആഗ്രഹിച്ചത്. കാരണം അതിനുള്ള റീസൺസ് ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം, അതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ മെനക്കെട്ട് അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു. കാരണം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഇങ്ങനെ ഈ ഒരു സ്ഥിരം കാണുന്ന ജോലികൾ തന്നെ ചെയ്തുകൊണ്ട് കാരണം അത്ര നമ്മളിങ്ങനെ ഒരുപാട് പഠിച്ചു. പക്ഷേ കുറെ സർട്ടിഫിക്കറ്റുകളായിട്ട് മാത്രം ആ സർട്ടിഫിക്കറ്റിൽ അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അത് നമ്മൾ ചെയ്യുമ്പോഴാണല്ലോ നമുക്കതിനൊരു മൂല്യം കിട്ടുന്നത്. അപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം ആ സമയത്ത് നമ്മളെ എന്താ പറയാ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ച സമയത്തായാലും ഒരുപാട് ആളുകളൊക്കെ വന്നു. അപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമല്ലോ, ഒന്നും ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോഴും നമുക്കൊരു വിഷമാണ്. അതുപോലെ തന്നെ അച്ഛൻ, ഞാൻ പറഞ്ഞു പ്രൊവിഡൻസ് കോളേജിലായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വരുമായിരുന്നു. അപ്പൊ വരുന്ന സമയത്ത് അച്ഛൻ വേഗം എന്നെ വിളിക്കും. ഇവള് BEd കഴിഞ്ഞതാണെന്നാ, സാറ് ഇന്ന കോളേജിലെയാണ്, സാർ ഇന്ന കോളേജിലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പരിചയപ്പെടുത്തും. അപ്പൊ നമുക്കൊരു സംസാരിക്കാനൊരു മടിയാണ്. കാരണം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം നമുക്ക് വളരെ വലുതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു. കാരണം നമ്മള് ജോലി ഇല്ല എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ചോദ്യങ്ങളെയൊക്കെ പല ചോദ്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ ആ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒതുങ്ങിക്കൂടുക എന്നുള്ള സമീപനമായിരിക്കും പലരും എടുക്കുക. അങ്ങനെ അല്ലാത്തത് കൊണ്ട് പക്ഷെ അതിനോടൊക്കെ നമുക്കുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ജോലി കിട്ടിയതിന് ശേഷം മാറ്റങ്ങൾ വന്നു ഒരുപാട്. നമുക്ക് ഒരുപാട് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാട് കൂടും. അധ്യാപനമായിട്ട് മേഖലയിൽ ഉള്ള ഒരുപാട് പേരെ പരിചയപ്പെടാനും അവരുമായിട്ട് ബന്ധം പുലർത്താനും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇങ്ങനെയുള്ള ഒതുങ്ങിക്കൂടാതെ പല കാര്യങ്ങളും അറിയുന്ന അധ്യാപകരായിരിക്കും എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മളങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോവും. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമായിരുന്നു. സാലറി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നേ. കാരണം ഒരുപാട് കാലം നമ്മുടേതായിട്ടെന്ന് പറയാനൊന്നും ഒരു ഇതില്ല. വളരെയധികം സന്തോഷമായിരുന്നു. നമ്മള് സ്വന്തമായിട്ട് ജോലി ചെയ്തു നേടി എന്ന് പറയുന്നതിന് ഒരു വലിയൊരു മൂല്യം തന്നെയുണ്ട്.
അപ്പം കുട്ടികളായാലും പഠിക്കുന്ന സമയത്ത് അവരെയൊന്നും കെയർ ചെയ്യാനൊന്നും അധികം പറ്റിയിട്ടില്ല. അപ്പൊ അവർ പഠിക്കുന്ന സമയത്തൊന്നും കൂടുതൽ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവരെന്നോട് എപ്പോഴും വഴക്ക് കൂടും. ഇവർ പറയായിരുന്നു, അമ്മേന്റെ ഒരു PSC ഉണ്ട്, ഏത് സമയം നോക്കിയാലും അമ്മേന്റെ PSC മാത്രമേ ഉള്ളൂ, ഞങ്ങളൊന്നും പഠിപ്പിക്കില്ല അമ്മയ്ക്ക് ഞങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നൊന്നും അമ്മയ്ക്ക് ആഗ്രഹമില്ലല്ലോ എന്ന് പറയും. പക്ഷെ അത് നമുക്കൊരു ഫീൽ ചെയ്യും. പക്ഷെ മാർക്കുകളൊക്കെ അവർക്ക് കുറവായിരുന്നു കേട്ടോ, അത് തുറന്നു തന്നെ പറയാം. കാരണം ചെറിയ ആള് പിന്നെയും അവന് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ മൂത്തയാൾ അവന് മാർക്ക് കുറവായിരിക്കും. അപ്പൊ അവനാണ് എന്നോടായിട്ട് കൂടുതൽ വഴക്കുണ്ടാക്കുക. അവൻ പറയും, അമ്മ എന്നെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് ഒരു ആഗ്രഹവും ഇല്ല, അമ്മേന്റെ PSC മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് തന്നെ ഇവരെ ഇവിടെ അച്ഛൻ്റെ അടുത്താക്കിയിട്ടൊക്കെ പോകുമ്പോൾ അവന്റെ ടീച്ചേഴ്സൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ പറയും, അമ്മ PSCക്ക് പോയി എന്ന് പറയും അവര്. അപ്പൊ ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ എക്സാം ഉണ്ടാവുക. അപ്പൊ വയനാട് ജില്ലയിലും അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ തലേദിവസം പോകണം, രാവിലെ ആണ് എക്സാമിന് തലേദിവസം പോകണം. അപ്പോ അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ അതിനെല്ലാം നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രതിസന്ധികളൊക്കെ ഒരു ഘട്ടമുണ്ട്. നമുക്ക് ഇത് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന ആളുകള്, നമ്മൾ ഇപ്പോഴും പഠിക്കാൻ പോവുകയാണോ എന്ന സമീപനത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരോടുള്ള മറുപടി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ തിരുത്തിക്കോളും അതെല്ലാം. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ പഠിക്കുമായിരുന്നു, നമുക്ക് മറ്റൊരാളെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എക്സാമിന് വേണ്ടിയിട്ടായാലും ഞങ്ങൾ ഒരുമിച്ച് ഫോണിലൂടെയൊക്കെ ആയാലും ഒരുപാട് ഫ്രണ്ട്സുകൾ B.Ed പഠിച്ചവര് ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ പാരന്റ്സ് ആയാലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ആ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് അവർക്കുള്ളൊരു സമ്മാനം കൂടിയാണ് അവാർഡ്. അതെ, കാരണം അത്രയും അവര് പഠിപ്പിക്കാനായാലും അച്ഛൻ സാധാരണ ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. അപ്പൊ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെയധികം മോശമായിരുന്നു. അപ്പൊ അതൊക്കെ വളരെയധികം കഷ്ടമായിരുന്നു അന്നത്തെ കാലഘട്ടത്തില്. അപ്പൊ പഠിക്കുമ്പോഴായാലും അപ്പൊ അച്ഛനായാലും പറയുമായിരുന്നു, ഒരു ജോലി അത്യാവശ്യം, ജോലി ഇല്ലാതെ ഇനിയുള്ള തലമുറയ്ക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അവരുടെ കഷ്ടപ്പാടും അവര് ചെയ്ത ആ ഒരു ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഉള്ളൊരു സന്തോഷം കൂടിയാണ് ജോലി. അപ്പൊ ഇത്രയും നേരം ടീച്ചറുടെ പഠനം എങ്ങനെയായിരുന്നു, ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്തേ, ബാക്കി സാഹചര്യങ്ങൾ എന്തായിരുന്നു എല്ലാം പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അമ്പിൾ ടീച്ചർക്ക് ടീച്ചറുടെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടീച്ചർ, താങ്ക് യു. വളരെ സന്തോഷം.